എന്ത് കാരണത്താൽ മാറ്റി നിർത്തി എന്ന് അറിയാനുള്ളൊരു അവകാശമുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അല്ല, ഇതിനകത്ത് എനിക്ക് ഈ മാറ്റിയത് മാറ്റാതിരിക്കുന്നതൊക്കെ ഗവൺമെന്റിന്റെ അധികാരമാണ്. അതിനകത്തൊന്നും എനിക്ക് ഒരു വിമർശനവുമില്ല. ഉം. പക്ഷെ ഞാൻ കുറച്ചു കാലം പ്രവർത്തിച്ച ഒരു സ്ഥാപനത്തിൽ എന്നോടൊപ്പം വളരെ ആത്മാർത്ഥമായി നിന്ന് പ്രവർത്തിച്ച കുറേ വ്യക്തികളുണ്ട്. എനിക്ക് അത്രയും സൗഹൃദമുള്ള അങ്ങനെ കുറേ പേരുണ്ട്. ഉവ്വ. അവരോടൊരു നന്ദി വാക്ക് പോലും പറയാനുള്ള ഒരു അവസരം എനിക്ക് നിഷേധിക്കപ്പെട്ടു. അതാണ് എന്റെ പ്രശ്നം, വേറെ നമ്മള് ഒന്നുമില്ല. സാധാരണ പറയുന്ന പോലെ ഒരു ഓണറബിൾ എക്സിറ്റ് കിട്ടിയില്ല. അതും ഒരു അക്കാദമി വലിയ ഒരു വിവാദത്തിന്റെ മാന്യമായ അല്ല, വിവാദ വാർത്തകളിൽ നിറഞ്ഞു നിന്ന സമയത്ത് ആ ചുമതല ഏറ്റെടുത്ത് ഒരു വിവാദവും ഉണ്ടാക്കാത്ത വിധത്തിൽ ഫെസ്റ്റിവൽ അടക്കം നടത്തി, അവാർഡ് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി, ചലച്ചിത്ര അക്കാദമിയെ ആ രീതിയിൽ മനോഹരമായി കൊണ്ടുപോയ ആളാണ് പ്രേംകുമാർ. ഞാൻ തന്നെ അത് ഒരിക്കൽ അല്ല, പറയുകയും അതൊന്നും ചെയ്തിരുന്നു. എന്റെ ഒരു മിടുക്കായിട്ടൊന്നും ഞാൻ അതല്ല ഒരിക്കലും അതല്ല പറയില്ല. അതൊക്കെ ഒരു അതിനുശേഷം കൃത്യമായ സിസ്റ്റം അതിനുശേഷം അക്കാദമിക്കുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കും. അത്രേ ഉള്ളൂ. അതിനുശേഷം ആദരവോടുകൂടിയുള്ള, ആദരവില്ലെങ്കിൽ പോലും നന്ദി പറയാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ഇല്ല, ഒരു മാന്യമായ യാത്രയപ്പ് എനിക്ക് നൽകണമായിരുന്നു എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് എന്റെ ഈ സഹപ്രവർത്തകരോട്, എന്നോട് ഇത്രയും കാലം എന്നോട് നിന്ന് പ്രവർത്തിച്ചവരോട് ഒരു നന്ദി വാക്ക് പറയാനുള്ള ഒരു അവസരം എനിക്ക് നൽകണമായിരുന്നു. പുതിയ ഒരു നിയമനം വരുന്നു, അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനമേൽക്കുന്ന ചടങ്ങിലേക്ക് അതിന്റെ ഒരു അറിയിപ്പ് എനിക്ക് നൽകണമായിരുന്നു. അതൊന്നും നൽകിയിട്ടില്ല. ഈ റസൂൽ നോക്കൂ, പൂക്കുട്ടിയെ ഇതിനകത്തുള്ള മറ്റൊരു വിഷയം, ഓ ഈ പുറത്താക്കുന്ന ഒരു സാഹചര്യം, അത് IFF 30ാമത്തെ പതിപ്പിന്റെ തിരക്ക് പിടിച്ച അതിന്റെ കാര്യങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ സംസ്ഥാന ഫിലിം അവാർഡിന്റെ നിർണയം ഒരു സൈഡിൽ അത് നടക്കുന്നു. ഉവ്വ. മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നു. സിനിമ കോൺക്ലേവ് ഉൾപ്പെടെ സിനിമാ നയം സംസ്ഥാനത്ത് രൂപീകരിക്കപ്പെടാൻ പോവുകയാണ്. ഉവ്വ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ഉവ്വ. അതിന്റെ എല്ലാ ചർച്ചകളിലും പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ഈ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, ടെലിവിഷൻ മേഖലയിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, അവരുടെ സംഘടനകൾ, ഇതുമൊക്കെ ആയിട്ടുള്ള എല്ലാ ചർച്ചകളിലും 20-ലധികം ചർച്ചകൾ, സിറ്റിങ്ങുകൾ, അത് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ആയിട്ടാണ്. ഇതിലെല്ലാം വളരെ ഉത്തരവാദിത്തമായി ഈ ചലച്ചിത്ര നയ രൂപീകരണ സമിതി അംഗമെന്ന രീതിയിൽ ഗവൺമെന്റ് നിയോഗിച്ചനുസരിച്ച് ഞാനത് ചെയ്യുകയാണ്. ഓക്കെ. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺക്ലേവ് നടക്കുന്നു. അതിന്റെ പൂർണ്ണമായ ഒരു ചുമതലയിലുണ്ടായിരുന്നു ഈ സിനിമാ നയത്തിന്റെ കാര്യം. ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോൾ എന്ത് അടിയന്തര സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നെ അവിടെ നിന്ന് മാറ്റാൻ? അത്രേ ഉള്ളൂ. അതിപ്പോഴും അങ്ങ് വിശ്വസിക്കുന്നു. താങ്കൾ ഇതല്ലാതെ സർക്കാരിന് അനഭിമതരാവാൻ മറ്റ് കാരണം താങ്കൾ കാണുന്നില്ല? ഞാൻ ഒരു കാരണവും കാണുന്നില്ല. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾ പറയൂ. നമ്മുടെ പ്രവർത്തനത്തിന്റെ എന്തെങ്കിലും ഒരു പോരായ്മയോ? ഇല്ല, വീഴ്ചയൊന്നുമില്ല. ഞാനത് പരസ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ വന്നതിന് ശേഷം മറ്റേ നേരത്തെ ഉണ്ടായിരുന്ന സമയത്തിൽ നിന്നൊക്കെ വിവാദങ്ങളില്ലല്ലോ എന്ന് ഞാൻ പലപ്പോഴും പറയുകയും ചെയ്തിരുന്നു. ഒരു കാര്യം കൂടി ശ്രീ പ്രേംകുമാർ, ഇത് ഇടത് സർക്കാരിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിച്ചതാണോ? അല്ല, കാലാവധിയുടെ ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. പക്ഷെ ഇപ്പൊ നിലവിൽ തുടരുന്ന ഏതൊക്കെ അക്കാദമിയാണ് കാലാവധി കഴിഞ്ഞപ്പോൾ കൃത്യമായി പുനഃസംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അതെ, പറയൂ. ഈ സാഹിത്യ അക്കാദമി ഉൾപ്പെടെ എന്നോ കാലാവധി കഴിഞ്ഞതല്ലേ? അതിപ്പോഴും തുടരുകയല്ലേ?